നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ജൂലൈ മാസം 13 നമ്മുടെ ദേവസ്വം ബോർഡ് എക്സാമിന്റെ LDC എക്സാമിനേഷൻ നടക്കാൻ പോവുകയാണ്. അപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള LDC എക്സാമിനേഷന്റെ ഡേറ്റ് ജൂലൈ 13 ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെയുള്ള സമയമാണ് എക്സാമിനേഷൻ നടക്കാനായിട്ട് പോവുക. ഈ എക്സാമിനേഷന് നിങ്ങൾ പോകുമ്പോൾ പലരും ആദ്യമായിട്ടായിരിക്കും ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് പോകുന്നത്. PSC പരീക്ഷയ്ക്ക് പോയിട്ടുണ്ട്, പക്ഷേ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്കായിരിക്കും ആദ്യമായിട്ടായിരിക്കും പോവുക. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് കയ്യിൽ കരുതേണ്ടത്, എന്തൊക്കെയാണ് കരുതാൻ പാടില്ലാത്തത്, അതേപോലെ തന്നെ ഒരു എക്സാമിനേഷൻ ഹാളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പോവാണ്. എല്ലാവരും ഈ ഒരു സെഷൻ അവസാനം വരെ കാണുക. കാരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റായ ഒരു രീതി ഉണ്ടാവരുത്. പരീക്ഷാ ഹാളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റാത്തതിലേക്ക് അത് നയിച്ചേക്കാം. അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഏത് PSC പരീക്ഷ ആയിക്കോട്ടെ, ഒരു PSC പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മിസ്സാവത്തില്ല. അതേപോലെ തന്നെ ഒരു ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ മിസ്സാവത്തില്ല, ഒരു എക്സാമിനേഷൻ ഡേറ്റ് നിങ്ങൾ മിസ്സാകത്തില്ല. അതേപോലെ തന്നെ ഒരു വിവരവും PSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, നമ്മുടെ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ, ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഇന്ന് പോകത്തില്ല. അതുകൊണ്ട് ഈ ചാനൽ എന്ത് ചെയ്തേക്കാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് നോക്കുകയാണ്. നമ്മൾ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കറിയാം 1:30 മുതൽ 3:15 വരെയാണ് പരീക്ഷയുള്ളത്. എന്തുകൊണ്ടാണ് 1.25 മണിക്കൂറുള്ള പരീക്ഷയ്ക്ക് ഇത്രയും സമയം? നമ്മുടെ PSC പരീക്ഷകൾക്ക് പോലെ തന്നെ 1:30 മുതൽ 2 മണി വരെ 1:30 മുതൽ 2 മണി വരെയുള്ള സമയം നിങ്ങളുടെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുകയും അതേപോലെ തന്നെ OMR ഷീറ്റ് തരാനും ക്വസ്റ്റ്യൻ പേപ്പർ തരാനും നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ക്ലാരിഫൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ള സമയമാണ് 1:30 മുതൽ 2 മണി വരെയുള്ള സമയം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഷീറ്റ് ഒക്കെ തരും, അവിടെ സിഗ്നേച്ചർ ഒക്കെ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി തരുന്ന ഡേറ്റ് സമയമാണ്. പരീക്ഷ ആക്ച്വലി 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 3:15 വരെയുള്ള 1.25 മണിക്കൂറായിരിക്കും എന്തുള്ളത്, പരീക്ഷയുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം, നിങ്ങളുടെ എക്സാമിനേഷൻ സീറ്റ് ഏതാണോ, നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള എക്സാമിനേഷൻ സീറ്റ് ഏതാണോ, സെന്ററിൽ പോകുമ്പോൾ പുറത്ത് നിങ്ങൾക്കൊരു ബോർഡിലോ മറ്റോ നോട്ടീസ് ബോർഡിലോ മറ്റോ ഡിസ്പ്ലേ ചെയ്തിരിക്കും. ആ സീറ്റ്സിൽ മാത്രമേ നിങ്ങൾ പോയിട്ട് ഇരിക്കാൻ പാടുള്ളൂ. അത് ഒരു ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈം, അതായത് 1:30 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, എക്സാമിനേഷൻ ഹാളിൽ കയറിയിരിക്കണം. ഓക്കെ, നിങ്ങളുടെ എക്സാമിനേഷൻ കോമ്പൗണ്ടിൽ 1:30 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ കയറിയിരിക്കണം. അല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ എല്ലാവരും ദൂരമൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് ദൂരമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ആ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഓക്കെ, അല്ലെങ്കിൽ എവിടെ നിന്നാണോ ഇറങ്ങുന്നത് അവിടെ നിന്ന് ഇറങ്ങണം. അതായത് 1:30ക്കാണ് പരീക്ഷ, ഒരു 2 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 3.5 മണിക്കൂർ മുമ്പെങ്കിലും ഇറങ്ങാം. ഓക്കെ, ഒരു 3.5 മണിക്കൂർ മുമ്പെങ്കിലും അഡ്വാൻസ് ആയിട്ട് ഇറങ്ങാം. ഭക്ഷണമൊക്കെ നിങ്ങൾ കയ്യിൽ കരുതി വന്നിട്ട് സ്കൂളിൽ ഇരുന്ന് കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾ കരുതിയിരിക്കണം. പരിചയമില്ലാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നേരത്തെ തന്നെ എന്ത് ചെയ്യുക, എക്സാമിനേഷൻ ഹാളിലുള്ള കോമ്പൗണ്ടിൽ കയറാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല എങ്കിൽ ഒരുപക്ഷെ പരീക്ഷ എഴുതാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരാം. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകരുത്. സമാധാനമായിട്ട് കൂളായിട്ട് എക്സാമിനേഷൻ എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ പീരീഡ് കിട്ടണം. ഓടിച്ചാടി വന്ന് പരീക്ഷ ഒന്നും എഴുതരുത്. എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണ്ട എന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ, അപ്പം ലേറ്റ് കമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, വിൽ നോട്ട് അഡ്മിറ്റഡ് ടു ദ എക്സാമിനേഷൻ ഹാൾ. ലേറ്റ് ആയിട്ട് വന്നാൽ 1:30 മണി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, എക്സാമിനേഷൻ സെന്ററിലേക്ക് കയറാൻ കഴിയില്ല. ക്ലിയർ ആണ്, സെറ്റ് ആണ്. ദെൻ അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ എക്സാമിനേഷൻ ഹാളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കിയേ, കാൻഡിഡേറ്റ്സ് വിൽ നോട്ട് പെർമിറ്റഡ്. എക്സാമിനേഷൻ ഹാളിലേക്ക് ഒരുപാട് നേരത്തെ എന്ത് ചെയ്യാൻ പാടില്ല, കയറാൻ പാടില്ല. അതായത് എക്സാമിനേഷൻ തുടങ്ങിയതിന് ശേഷവും നിങ്ങളെ കയറ്റില്ല. അതേപോലെ തന്നെ ഓർ ലീവ് ദ ഹാൾ അണ്ടിൽ ദ എക്സാമിനേഷൻ ഈസ് ഓവർ. എക്സാമിനേഷൻ കഴിയാതെ നിങ്ങളെ ഹാളിൽ നിന്ന് പുറത്തും വിടില്ല. അതായത് 1.25 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും 1.25 മണിക്കൂർ നിങ്ങൾ പരീക്ഷാ ഹാളിൽ തന്നെ എന്ത് ചെയ്യണം, സ്പെൻഡ് ചെയ്യണം. കറുപ്പിക്കുന്നില്ലയോ നിങ്ങളുടെ കാര്യം, പക്ഷേ പരീക്ഷാ ഹാളിൽ 1.25 മണിക്കൂർ സ്പെൻഡ് ചെയ്തിരിക്കണം. അതേപോലെ എന്തൊക്കെ കാര്യങ്ങളാണ്, ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിനേഷൻ ഹാളിൽ എടുക്കേണ്ടത്, ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് കയ്യിൽ കരുതേണ്ടത് നോക്കിക്കോടാ, വ്യക്തമായിട്ട് നോക്കിയോ എന്തൊക്കെയാണെന്ന്. ഹാൾ ടിക്കറ്റ് മസ്റ്റായിട്ട് കരുതണം. നിങ്ങളുടെ ഈ ഇൻഫർമേഷൻസ് ഉൾപ്പെടെയുള്ള ഹാൾ ടിക്കറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് കരുതിയിരിക്കണം. ഒരു കാരണവശാലും വിട്ടുപോകരുത്. കൃത്യമായിട്ട് എടുത്തത് പാക്ക് ചെയ്ത് വെക്കാം. ദെൻ ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ID പ്രൂഫാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു ID പ്രൂഫ് നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കണം. അതിപ്പോൾ ആധാർ ആയിക്കോട്ടെ, ഏതൊക്കെ ID പ്രൂഫുകൾ വേണമെന്നുള്ളത് കൃത്യമായിട്ട് അടുത്ത സ്ലൈഡിൽ പറയും. ID പ്രൂഫ് ആധാർ ആയിക്കോട്ടെ, പാൻ കാർഡ് ആയിക്കോട്ടെ, അതേപോലെ ഫോട്ടോയുള്ള ഒരു ID പ്രൂഫ് നിങ്ങൾ കരുതിയിരിക്കണം. ആൻഡ് എ
ബോൾ പെൻ, അത് ബ്ലൂ ആയിക്കോട്ടെ ബ്ലാക്ക് ആയിക്കോട്ടെ കുഴപ്പമില്ല, ഒന്നുകിൽ ബ്ലൂ ഇങ്ക് ഉള്ള ബോൾ പെൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ക് ഉള്ള ബോൾ പെൻ ആയിക്കോട്ടെ, ബോൾ പെന്ന് നിങ്ങൾ കരുതാം. ബോൾ പെന്നെ കരുതാവും, ജെൽ പെൻ ഒന്നും കരുതരുത്. ബോൾ പെന്ന് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇനി പെർമിറ്റഡ് വിത്ത് ദം എ ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിൽ, അതായത് ഒരു വശത്തു നോക്കിയാൽ മറുവശം കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിലെ കൊണ്ടുപോകാവൂ, അല്ലാത്ത കളറൊക്കെ ഉള്ള വാട്ടർ ബോട്ടിൽ കൊണ്ടുപോയി ഒരുപക്ഷെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. എന്നാൽ എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ പാടില്ലാത്തത് ശ്രദ്ധിക്കണേ. വാച്ച് കൊണ്ടുപോകാൻ പാടില്ല, അപ്പൊ വാച്ച് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ദെൻ സ്മാർട്ട് വാച്ച് പാടില്ല, ക്യാമറ വാച്ച് പാടില്ല. അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതായത് സ്മാർട്ട് ഫോണുകൾ ആയിക്കോട്ടെ, ഡിജിറ്റൽ ഡയറികൾ ആയിക്കോട്ടെ, പെൻഡ്രൈവ്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് പെന്ന്, സ്കാനർ, ക്യാമറ പെന്ന്, ഹെൽത്ത് ബാൻഡ്, ബ്ലൂടൂത്ത് ഡിവൈസ്, ഇയർഫോണ്, മൈക്രോഫോണ്, പേജർ, PDA, സ്പൈ ക്യാമറ ഗ്ലാസസ്, അതർ പ്രോഗ്രാമബിൾ ഡിവൈസസ്, സ്റ്റോറേജ് ഡിവൈസുകൾ, ഇതേപോലുള്ള ഒരു എക്യുപ്മെന്റും പരീക്ഷാ ഹാളിലേക്ക് കയറ്റാൻ പാടില്ല. ക്ലിയർ അല്ലേടാ? ഇലക്ട്രോണിക്കലായിട്ടുള്ള ഒരു എക്യുപ്മെന്റും എന്ത് ചെയ്യാൻ പാടില്ല, കയറ്റാനായിട്ട് പാടില്ല. ഇതുവല്ലോ നിങ്ങൾ കയറ്റിയതായിട്ട് കണ്ടാൽ അവർ നിങ്ങളെ ഡീബാർ ചെയ്യും, അല്ലെങ്കിൽ അവരെ പരീക്ഷ ലീഗലി ഉള്ള ആക്ഷൻസ് എടുക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെന്നാണ്. ഈ പെന്ന് ബോൾ പെൻ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് ഒന്നെങ്കിൽ ബ്ലൂ കളർ ആയിരിക്കണം, അല്ല എങ്കിൽ ബ്ലാക്ക് ആയിരിക്കണം. ഓക്കെയാണ്, സെറ്റാണ്. മറ്റൊന്ന്, ഒരു ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ട്രാൻസ്പെറന്റ് ആണ് എങ്കിൽ മാത്രം വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കയ്യിൽ കരുതിയിരിക്കണം. അഡ്മിഷൻ ടിക്കറ്റ് കയ്യിൽ കരുതിയിരിക്കണം. ഒരു ഐഡന്റിറ്റി പ്രൂഫും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ കരുതുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് യഥാർത്ഥത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നത്. വേറെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, വേറെ എക്സ്ട്രാ സാധനങ്ങളൊന്നും കൊണ്ടുപോകാനായിട്ട് പാടില്ല. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, കാൻഡിഡേറ്റ് ഷാൽ പുട്ട് ദെയർ സിഗ്നേച്ചർ. ഒരു പേജ് തരും. ആ ഒരു പേജിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക, നിങ്ങളുടെ അഡ്രസ് ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക. അതിനുശേഷം കാൻഡിഡേറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു പ്രൂഫ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ലേ, അതെന്തൊക്കെ പ്രൂഫാണ്? എടാ, അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള 15ഓളം ഡോക്യുമെന്റുകൾ നിങ്ങൾ കൊണ്ടുപോകാം. അതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് കൊണ്ടുപോകാം. അതായത് വോട്ടേഴ്സ് ID കാർഡ് കൊണ്ടുപോകാം, നോ പ്രോബ്ലം. ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ പാസ്പോർട്ട് കൊണ്ടുപോകാം. ദെൻ ഐഡന്റിറ്റി കാർഡ്, നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെയുള്ള ഐഡന്റിറ്റി കാർഡ്, ദെൻ നാഷണലൈസ്ഡ് ബാങ്കിന്റെ പാസ്ബുക്ക് ആയിക്കോട്ടെ, ദെൻ അതേപോലെ ID കാർഡ് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട ID കാർഡ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വളരെ പ്രധാനപ്പെട്ടല്ല, പക്ഷേ ഇവിടെ കിടക്കുന്നുണ്ടോ, ആധാർ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും, കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും ഫോട്ടോ അഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ID കാർഡ് കൂടി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിന്റെ ഒറിജിനൽ വേണം കൊണ്ടുപോകാൻ. ഓക്കെ, ഇൻ ഒറിജിനൽ തന്നെ വേണം നിങ്ങൾ കൊണ്ടുപോകാൻ. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റും കൊണ്ടുപോയാൽ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി കൊണ്ടുപോയാൽ അവരെന്ത് ചെയ്യില്ല, എക്സാമിനേഷൻ ഹാളിലേക്ക് കടത്തിവിടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഒറിജിനൽ തന്നെ കൊണ്ടുപോകണം. കൃത്യമല്ലേ? ഒറിജിനൽ തന്നെയാണ് കൊണ്ടുപോകേണ്ടത്, കോപ്പി അല്ല. അടുത്ത് നോക്കിയേ, നിങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റിൽ ഒരു സ്കാൻഡ് ഇമേജ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരിക്കും. ആ ഫോട്ടോയുടെ മണ്ടയ്ക്ക് ഹെൻസ് നോ ഫോട്ടോഗ്രാഫ് ഷാൽ ബി പേസ്റ്റഡ് ഓൺ ദ അഡ്മിഷൻ ടിക്കറ്റ്. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങളുടെ ഫോട്ടോ പേസ്റ്റ് ചെയ്യേണ്ട. ഓൾറെഡി ദേവസ്വം ബോർഡ് തരുന്ന ആ അഡ്മിഷൻ ടിക്കറ്റിൽ നിങ്ങളുടെ ഫോട്ടോ അഫിക്സ്ഡ് ആയിരിക്കും. വേറൊരു ഫോട്ടോ നിങ്ങൾ അതിനെ പുറത്ത് ഒട്ടിക്കരുത്. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നോക്കിയടാ, ദോസ് ഹു പ്രൊഡ്യൂസ് അഡ്മിഷൻ ടിക്കറ്റ് വിത്ത് ഫോട്ടോഗ്രാഫ് പേസ്റ്റഡ് ഓൺ ദ സ്കാൻഡ് ഇമേജ് will not allowed to attend the examination. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയുടെ മുകളിൽ വേറൊരു ഫോട്ടോ ഒട്ടിച്ചാൽ പിന്നെ ആ പരീക്ഷ എഴുതാനായിട്ട് നിങ്ങളെ അനുവദിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ സ്കാൻഡ് ഇമേജിന്റെ പുറത്ത് വേറെ ഫോട്ടോ ഒന്നും ഒട്ടിക്കാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ആൻസർ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമ്പോൾ എക്സാമിനേഷൻ ഡ്യൂട്ടിയിലുള്ള ആരാണോ അയാളോട് കോപ്പറേറ്റ് ചെയ്യണം. അവരെ എന്ത് ചെയ്യാൻ പാടില്ല, മിസ്ബിഹേവ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്താൽ അവർ നിങ്ങൾക്കെതിരെ എന്ത് ചെയ്യും, ലീഗൽ ആക്ഷൻസിലേക്ക് പോകുന്നതായിരിക്കും. അതേപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാം. ഇനി എക്സാമിനേഷൻ സെന്റർ എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. എക്സാമിനേഷൻ സെന്റർ തന്നിട്ടുള്ള സെന്ററിൽ തന്നെ നിങ്ങൾ പോയി പരീക്ഷ എഴുതണം. ഇനി ചില കാൻഡിഡേറ്റ്സിന് ട്രാവൽ അലവൻസിന് എലിജിബിലിറ്റി ഉണ്ട്. അങ്ങനെ എലിജിബിലിറ്റി ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ട്രാവൽ അലവൻസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് കഴിയും. വളരെ കുറച്ച് ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ എക്സാമിനേഷൻ പോസ്റ്റ്പോൺ ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് അവരുടെ വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പത്രമാധ്യമങ്ങളിലൂടെയോ നിങ്ങളെ അറിയിക്കുമെന്നും ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് കൂടാതെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നിങ്ങൾക്ക് OMR ഷീറ്റ് ആണ് തരിക. ഓക്കെ, OMR ഷീറ്റ് ആണ് തരിക. ഈ OMR ഷീറ്റിൽ പാർട്ട് A എന്നും
പാർട്ട് ബി എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പാർട്ട് എ എന്നും പാർട്ട് ബി എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ പാർട്ട് എ എന്ന് പറയുന്ന സ്ഥലത്ത്, ക്ലിയർ ആണോ? പാർട്ട് എ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും അതേപോലെ തന്നെ നിങ്ങളുടെ എക്സാമിനേഷന്റെ പേരും മറ്റു കാര്യങ്ങളും ഒക്കെ എഴുതാനുള്ള സ്ഥലമാണ്. അത് കൃത്യമായിട്ട് എഴുതണം. തെറ്റിയാൽ അവരെന്ത് ചെയ്തില്ല, റീപ്ലേസ് ചെയ്യില്ല. അതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, OMR ഷീറ്റിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അവർ അത് മാറിത്തരും. അല്ലാത്ത പക്ഷം നിങ്ങളുടെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് പറ്റിയാൽ എന്ത് ചെയ്യില്ല, OMR ഷീറ്റ് പുതിയത് മാറിത്തരില്ല. അതുകൊണ്ട് തെറ്റാതെ കൃത്യമായിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം പാർട്ട് ബിയിലാണ് നിങ്ങൾ ബബിൾ ചെയ്യേണ്ടത്. ആ ബബിൾ ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെയും നിങ്ങൾ ബബിൾ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എക്സാമിനേഷന്റെ ആൻസറുകളൊക്കെ ചെയ്യുന്ന പാർട്ട് ബി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും ABCD എന്നിങ്ങനെ കോഡുകൾ കാണും. നിങ്ങളുടെ OMR ഷീറ്റിലുള്ള കോഡും നിങ്ങൾക്ക് എക്സാമിനേഷൻ ഡെസ്കിലുള്ള, നിങ്ങൾ ഇരിക്കുന്ന എക്സാമിനേഷൻ സീറ്റിലുള്ള കോഡും നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറും ഇതെല്ലാം ഒരു കോഡായിരിക്കണമെന്ന് ഓർക്കാം. മൂന്നിടത്താണ് ഒരേ കോഡ് ഉണ്ടാവേണ്ടത്. ഒന്ന്, നിങ്ങൾ എക്സാമിനേഷൻ ഇരിക്കുന്ന ഡെസ്കിൽ ഒരു കോഡ് ഉണ്ടായിരിക്കും. അത് ഏതാണ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന OMRലും തന്നെ ആയിരിക്കണം കോഡ്. നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ന് തന്നെ ആയിരിക്കണം കോഡ്. അത് മാറാൻ പാടില്ല. കൃത്യമായിട്ട് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചു വെക്കണം. ഓക്കെ അല്ലടാ? ആ കാര്യങ്ങളാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ പേരും കാര്യങ്ങളൊക്കെ എഴുതുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ ഏതെങ്കിലും തരത്തിലുള്ള എറർ വന്നാൽ അവരത് മാറ്റി തരത്തില്ലെന്ന് പറയുന്നുണ്ട്. ഒരു ക്വസ്റ്റിന് 1 മാർക്കും, ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1/3 അതായത് 0.33 നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കും എന്ത് ചെയ്യും, വരുമെന്നും പറയുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ പറയുന്നുണ്ട് മേക്കിംഗ് മോർ ദാൻ 1 ആൻസർ. അതായത് 2 ആൻസർ ഒരു ചോദ്യത്തിന് കൊടുത്താൽ, അതായത് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, ഇതിൽ Bക്കും കൊടുത്തു കറുപ്പിച്ചു, Dക്കും കറുപ്പിച്ചു. ഇങ്ങനെ കറുപ്പിച്ചാൽ എന്ത് സംഭവിക്കും, വിൽ റിസൾട്ട് ഇൻ നെഗറ്റീവ് മാർക്ക്. അങ്ങനെ 2 ഉത്തരം ഒരേ ചോദ്യത്തിന് നൽകിയാൽ 2 ഓപ്ഷൻസ് മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. 1/3 എന്ത് ചെയ്യേണ്ടി വരും, നെഗറ്റീവ് ആകേണ്ടി വരും, കുറയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ അല്ലേ? ദെൻ ബ്ലാങ്ക് ഷീറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ തന്നെ അതിൻ്റെ അവസാനം തന്നെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാനുള്ള ബ്ലാങ്ക് സ്പേസ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ദെൻ എക്സാമിനേഷൻ കഴിയുന്നതോടുകൂടി നിങ്ങൾ പേപ്പർ എയും ബിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണം. അതിൽ പേപ്പർ എ ആദ്യം കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും, പാർട്ട് ബി എന്ന് പറയുന്ന ഭാഗത്തെ പാർട്ട് ബി എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അപ്പോൾ 2ആയിട്ട് തിരിക്കണം. എക്സാമിനേഷൻ കഴിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് 2ആയിട്ട് തിരിക്കേണ്ടി വരും. ആ തിരിക്കുന്നതിൽ പേപ്പർ പാർട്ട് എ എന്ന് പറയുന്നത് എക്സാമിനേഷൻ സെന്ററിൽ ഇരിക്കുന്ന ആളുടെ തന്നെ കൊടുക്കും. ദെൻ പാർട്ട് ബി എക്സാമിനേഷൻ പൂർത്തിയായതിനു ശേഷം എന്ത് ചെയ്യും, എക്സാമിനേഷൻ ആളുടെയിൽ കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അറ്റൻഡ് ചെയ്താൽ മാത്രമേ അത് വാലിഡേറ്റ് ചെയ്യുള്ളൂ. അല്ല എങ്കിൽ അത് വാല്യൂ ചെയ്യില്ലെന്നും പറയുന്നുണ്ട്. ഓക്കെ അല്ലേടാ? അങ്ങനെ എക്സാമിനേഷൻ തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഗതി കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു പോരാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് എക്സ്ചേഞ്ച്, അല്ലെ, പേനയോ പെൻസിലോ ഇറേസറോ ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, എക്സാമിനേഷൻ ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല. 1.5 മണിക്ക് മുമ്പായിട്ട് തന്നെ പരീക്ഷാ ഹോളിൽ കയറണം. 1.5 മണിക്ക് ശേഷം എന്ത് ചെയ്യില്ല, പരീക്ഷാ ഹോളിലേക്ക് കയറ്റി വിടില്ല. ഓക്കെ അല്ലടാ? അപ്പൊ വ്യക്തമാണല്ലോ കാര്യം. അപ്പൊ എക്സാമിനേഷൻ ഹോളിൽ പോകുമ്പോൾ ഒരു കാര്യം, ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ എപ്പോഴാണോ എക്സാമിനേഷൻ 1.5 മണിയാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 1.5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ സെന്ററിൽ ചെല്ലണം. നിങ്ങളൊരു ബെഞ്ച് മാർക്ക് ഇടാം, ഞാൻ 1 മണിക്ക് മുമ്പായിട്ട് എക്സാമിനേഷൻ ഹാളിൽ ചെല്ലും. അപ്പോൾ 1 മണിക്ക് മുമ്പായിട്ട് ചെല്ലണമെങ്കിൽ നിങ്ങളുടെ വീടും ആ സ്ഥലവും തമ്മിലുള്ള യാത്രാ സൗകര്യം നിങ്ങൾ മനസ്സിലാക്കണം. എത്രത്തോളം ദൂരത്തിലാണ് ആ വീട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിങ്ങൾക്ക് 2 മണിക്കൂറാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ ഒരു 3 മണിക്കൂർ ബഫർ ഇടുക. 3 മണിക്കൂർ മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഒരു 1 മണിയാകുമ്പോഴത്തേക്ക് എത്തുന്ന രീതിയിൽ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് ഇറങ്ങുക. 1.5 മണിക്കാണ് സമാധാനമായിട്ട് പോകാൻ പറ്റും. ഒരു വാട്ടർ ബോട്ടിൽ നിങ്ങൾ കരുതുക. ഈ വാട്ടർ ബോട്ടിൽ ട്രാൻസ്പെറൻ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോളിലും കയറ്റാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുക, ഹോൾ ടിക്കറ്റ് കൃത്യമായിട്ട് കരുതുക. മൂന്നാമത്തെ കാര്യം ബോൾ പെൻ. ഓക്കെ, ബോൾ പെൻ എന്ത് ചെയ്യുക, കരുതുക. ഈ ബോൾ പെൻ നിങ്ങൾ ഒന്നെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് നിങ്ങൾക്ക് കരുതുക. ഒരു 2 പേന എന്ത് ചെയ്തേക്കുക, കയ്യിൽ വെച്ചേക്കാം കേട്ടോ. ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്കിലെ 2 പേന നിങ്ങളൊന്ന് കൈ വെച്ചേക്കാം. ദെൻ 4ാമത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, നിങ്ങളുടെ ID പ്രൂഫാണ്. ID പ്രൂഫിൻ്റെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒറിജിനൽ, അല്ലെ, ID പ്രൂഫിൻ്റെ തന്നെ ഒറിജിനൽ എന്ത് ചെയ്യുക, കയ്യിൽ കരുതുക. ID പ്രൂഫിൻ്റെ തന്നെ ഒറിജിനൽ നിങ്ങൾ കയ്യിൽ കരുതുക. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും എന്ത് ചെയ്യുക, കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കുക. സമയത്തിന് എക്സാമിനേഷൻ ഹോളിൽ ചെല്ലണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ കാര്യം, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി ഒരു കാരണവശാലും നിങ്ങളുടെ അവസരം നഷ്ടമാവരുത് എന്നുള്ളത് കൊണ്ടാണ്. വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പോവുക. ഇനി
എക്സാമിനേഷൻ സിലബസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, 6 പാർട്ടുകളിലായിട്ട് സിലബസ് ഉണ്ട്, സമയവും മറ്റു കാര്യങ്ങളും ഒക്കെ അറിയാം, അതൊന്നും ഇനി എന്ത് ചെയ്യേണ്ട, പറയേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മുടെ LDC എക്സാം ഇനി അടുത്തു 7th ക്വാളിഫിക്കേഷൻ എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ മാത്രമായിട്ട്, അതായത് സ്പെഷ്യൽ ടോപ്പിക്കുകളും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകളോടൊപ്പം തന്നെ ടെസ്റ്റ് പാക്ക്, ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ടെസ്റ്റ് പാക്കുകളും മൈക്രോ നോട്ട്സും അടങ്ങുന്ന ഒരു ബാച്ച്, അതായത് സ്പെഷ്യൽ ടോപ്പിക്കും അതേപോലെ തന്നെ ടെസ്റ്റ് പാക്കും മൈക്രോ നോട്ട്സും ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ബാച്ച് 999 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ബാച്ചിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ അവസരമുണ്ട്. 200 സ്റ്റുഡൻസിന് മാത്രമേ കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, 8281 223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക കേട്ടോ. ഒരിക്കൽ കൂടി പറയാം, 8281 223366. കൃത്യമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് കാണും. അതിനോടൊപ്പം തന്നെ മൈക്രോ നോട്ട്സ് കാണും. മൈക്രോ നോട്ട്സ് അതായത് റിവിഷന് വേണ്ടി മൈക്രോ നോട്ട്സ് കാണും. അതേപോലെ തന്നെ ഒരു ടെസ്റ്റ് പാക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ബാച്ചിൽ നമുക്ക് കാണാം. എക്സാമിനേഷൻ അടിപൊളിയായിട്ട് തയ്യാറാകുക, പക്കയായിട്ട് റിവൈസ് ചെയ്യുക. നാളെ നമ്മുടെ മാരത്തൺ ഉണ്ട് മക്കളെ. നാളെ 11:15 മാരത്തൺ ആരംഭിക്കുക. രാവിലെ 11:15 മാരത്തൺ ആരംഭിക്കും. എല്ലാ സബ്ജക്റ്റുകളെ പറ്റിയിട്ട് വളരെ ഡീപ്പായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ആരെങ്കിലും മാരത്തണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും മാരത്തണിന് രാവിലെ 11:15 ആകുമ്പോൾ തന്നെ വരാനായിട്ട് ശ്രമിക്കാം. നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു പോകാനായിട്ട് പറ്റും കേട്ടോ. രാത്രി ഒരു 8:15 7:15 വരെ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പോകാം. ഇഷ്ടംപോലെ മണിക്കൂർ, 8 മണിക്കൂറോളം നമുക്ക് മാരത്തണിലായിരിക്കാം. എല്ലാം റിവൈസ് ചെയ്ത് അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് പോകാം. ഓക്കെ, അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മാത്രം പരീക്ഷയ്ക്ക് പോവുക. താങ്ക് യു.